അത്രേ ഉള്ളൂ കാര്യം. ആളുകളായിട്ട് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. എവിടെയും സ്നേഹം തന്നെയാണ് വിജയിച്ചിട്ടുള്ളൂ, ശത്രുത എവിടെയും വിജയിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ മലേഷ്യൻ തെരുവുകളിലൂടെ അമ്പലങ്ങൾ കയറി നടക്കുവാണ്. ഇന്ന് ഉച്ച വരെ നമ്മൾ അമ്പലങ്ങൾക്കുള്ള സമയം കൊടുത്തേക്കുവാണ്. 3 അമ്പലങ്ങളാണ് ടാർഗറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് ചുമ്മാ പോകണേ കേട്ടോ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, അത്രേ ഉള്ളൂ. അതിൻ്റെ കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇവർക്കിടെ കൊത്തുപണി, അത് പറയാതിരിക്കാൻ പറ്റില്ല, വളരെ സൂപ്പറാണ്. അപ്പോൾ അതും ഒന്ന് കാണണമെന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഉദ്ദേശവും ഇല്ല. പിന്നെ കയറാൻ പറ്റുന്നിടത്ത് ചോദിക്കും, കയറിക്കോട്ടെ എന്ന് ചോദിക്കും, കയറിക്കോളാൻ പറയും. വേറെ റിലീജിയൻസ് അലോഡ് ആണോ എന്ന് പറയും. ചിലവർക്ക് പ്രശ്നമില്ല, ചിലവർക്ക് പ്രശ്നമുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നൊരു പ്രശ്നം വന്ന് കുടിയും കഴിഞ്ഞാൽ ഇത് നാടല്ല, ഇറങ്ങി ഓടാൻ പറ്റില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, നിന്ന് കൊള്ളേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കാറില്ല. ഓക്കെ, ഹായ് ഗൈസ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 25 മിനിറ്റാണ് പറഞ്ഞേക്കണത്. 7 റിഗറ്റ്. നമ്മുടെ നാട്ടിലെ 140 രൂപയാണ് വണ്ടിക്കാശ് ആവണുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടെമ്പിൾ ഒന്ന് ജസ്റ്റ് പോയി കാണുവാണ് ഗൈസ്. ഒന്ന് വിളിച്ച ടാക്സി എൻ്റെ പോയി, ഇപ്പോൾ രണ്ടാമത്തെ ടാക്സി വരുവാണ്. എൻ്റെ കൺമുമ്പീന്ന് ആ ടാക്സി അങ്ങ് പോയി. അപ്പം ഈ ടാക്സി എങ്കിലും പോരുത്, അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി നിൽക്കുവാണ്. ഈ മച്ചാനാണ് എൻ്റെ ടാക്സി. ഓക്കെ, അപ്പോൾ നമ്മൾ കയറട്ടെ. ഓക്കെ, താങ്ക് യു ബ്രദർ. ഓക്കെ, നമ്മൾ വണ്ടി കയറി. പെർഫെക്റ്റ്. നമ്മൾ നിന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൽ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല മസാല ദോശയും നെയ് റോസ്റ്റിക്കാന്ന് തോന്നുന്നു, എല്ലാം ഉണ്ട്. ഇന്ന് രാത്രിയിലത്തെ ഡെസ്റ്റിനേഷനാണ് കേട്ടോ നമ്മുടെ ഫോണിൽ കാണുന്ന മറ്റേ ട്വിൻസ് ടവർ നിൽക്കണ കേട്ടോ. പക്ഷെ അതിന്ന് രാത്രിയാണ്. ഇപ്പം നമ്മൾ ഒരു ടെമ്പിളാണ് കാണാൻ പോകണം. 2 സിം എടുത്താൽ മതിയായിരുന്നു ഗൈസ്. എയർപോർട്ടിൽ നിന്ന് നമ്മളാകെ ഒരു സിമ്മാണ് എടുത്തത്. ഇപ്പോൾ പണി കിട്ടി. അഫ്സലിന് ചെറിയ തലവേദനയും പനി പോലെ. അപ്പോൾ അവൻ മഞ്ഞില്ല, അപ്പോൾ അവൻ റൂമിൽ കിടന്നോളാം, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ടെമ്പിൾ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇപ്പം നെറ്റ് ഇല്ലാതെ കഷ്ടപ്പെടുക. അപ്പോൾ നെറ്റ് എടുക്കണമെന്നുണ്ട്. ഇനി ആകെ നാളെ നമ്മളിവിടുന്ന് പോകും. പിന്നെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി എനിക്ക് സിം എടുക്കാനും തോന്നിയില്ല. പിന്നെ അവന് കുറച്ച് നാട്ടിലോട്ട് അർജൻറ്റ് കോൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ സിം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 സിം എടുക്കാൻ പറ്റുവാണെങ്കിൽ 2 സിം എടുക്കണതാണ് നല്ലത്. കാര്യം ഒരാൾക്ക് 1000 വെച്ച് 2000 രൂപയാണ് ആവണുള്ളൂ സിമ്മിന്. നമ്മൾ ഹനുമാൻ ടെമ്പിൾ എത്തിയിട്ടോ. ഇതാണ് ഹനുമാൻ ടെമ്പിൾ. ഇത് ഒരു കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. കാര്യം എനിക്കെന്താ ഇവിടെ കാര്യം എന്ന് ഓർക്കും, പക്ഷേ ഇത് കണ്ടിരിക്കണം. കയറുമ്പോൾ തന്നെ അവിടെ ഒരു വെള്ളം കണ്ടോ, അതിൽ നമ്മൾ കാല് കഴുകിയിട്ട് വേണം കയറാൻ. കയറുമ്പോൾ 2 സ്ഥലത്ത് ഹനുമാൻ്റെ പ്രതിമകൾ ഇരിക്കണുണ്ടോ. അത് ഒരെണ്ണം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതും മറ്റേത് എവിടെ നിന്നാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കണില്ല. ഇതിൻ്റെ അകത്തൊരു കൊത്തുപണി നിങ്ങൾക്ക് എത്ര ഈ വീഡിയോ കണ്ടാലും എങ്ങനെ തോന്നുമെന്ന് അറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണുമ്പം എനിക്കതൊരു അത്ഭുത കാഴ്ചയായിട്ടാണ്. മനുഷ്യന്മാർക്ക് ഇത്ര കഴിവുണ്ടാവുമെന്ന് നമ്മൾ ആലോചിച്ചു പോകും. എന്ത് വിഷയം വന്നാലും എന്ത് വന്നാലും ഈ മനുഷ്യന്മാർക്കിടെ ഈ ജന്മനാ കിട്ടിയ കുറച്ച് കഴിവുകളുണ്ട്. അതിൻ്റെ അടുത്ത് എത്തില്ല ഒന്നും എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. കാര്യം എനിക്കിതിൻ്റെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്നിട്ട് പോലും ഇതിൻ്റെ അകത്തൂടെ നടക്കുമ്പം എനിക്കൊരു കാര്യം അറിയാം, ഇതൊരു ഹനുമാൻ ബേസ്ഡ് ടെമ്പിളാണ്. പല രാജ്യത്തു നിന്ന് ഓരോ ഹനുമാൻ്റെ പ്രതിമകൾ, കൊത്തുപണി ചെയ്ത പ്രതിമകൾ ഇവരിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, കുഴപ്പമില്ല, പക്ഷേ ഫ്ലാഷ് ഓൺ ആക്കി ഇടരുത്. പിന്നെ നമ്മൾ നിക്കറോ കാര്യങ്ങളോ ഇടുവാണെങ്കിൽ ഇവിടെ വരുമ്പം ഈ ഇരിക്കുന്ന ഒരു മുണ്ട് കണ്ടോ, മുണ്ട് എടുക്കണം. ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് മുണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ മുണ്ടെടുത്തിട്ടാണ് ഞാൻ പോയത്. നമുക്ക് ഇതൊക്കെയും ഷൂട്ട് ചെയ്യാം കേട്ടോ, പക്ഷെ നമ്മൾ മറ്റുള്ളവർക്കിടെ ഒരു റിലീജിയൻ പരമായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ നടക്കുന്നുണ്ട്, അതിലോട്ടൊന്നും പോയി അതിൻ്റെ ഇടയ്ക്ക് കയറി നിന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഇത് കണ്ടോ, ഓരോ ഹനുമാൻ്റെ പ്രതിമകൾ പല ഇതിൽ ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്, പിന്നെ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്, ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. അങ്ങനെ പല രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ പണി ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്. പിന്നെ മരുദ്വാമല, നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ച കഥകളെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ടൈം വേണം കേട്ടോ. ടൈം എടുത്ത് നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. ഓരോ രീതിയിൽ നമ്മൾ തൊട്ട് പോകുമ്പം ഓരോ ചെറിയൊരു പോർഷൻ എടുത്താലും അതിൽ ചെയ്തേക്കണ കൊത്തുപണി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണ, ഭയങ്കര രസമാണ്.
അങ്ങനെ ഞാൻ ഏകദേശം 1 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ അവിടെ എഴുതി വെച്ചത് വായിച്ചാലും നമുക്ക് അത്യാവശ്യം മനസ്സിലാവും കേട്ടോ. പിന്നെ ആ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം അമ്പലങ്ങളുടെ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ഹനുമാനാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് മുരുകൻ്റെ ഉണ്ട്, പിന്നെ ബൃന്ദാവൻ ഗാർഡനുണ്ട്. ഞാൻ എല്ലാത്തിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോവും, ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് നോക്കും, ജസ്റ്റ് ഒന്ന് കാണും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ അവർ ഇതിലേറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഈ ഒരു സംഭാഷണമാണ് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ട്. ഞാൻ അവിടെ നിന്ന ഒരു സെക്യൂരിറ്റിയോട് ഞാൻ ചോദിച്ചു, कितना साल से इधर काम किया? 8 साल हो गया। 8 साल हो गया। इस टेम्पल का पास में ही? टेम्पल का वो उधर में इधर में और जगह में? पाकिस्तान है? नहीं, इंडिया। केरला। बांग्लादेश। बांग्लादेश, ओके। इधर बांग्लादेश का आदमी बहुत है? बहुत आदमी है, ओके। कैसे मलेशिया, कैसे अच्छा है? मलेशिया अच्छा है, पैसा अच्छा है। कितना मिलता है मंथली? 3000 मिलता है। 3000 इंडियन मनी। बांग्लादेश 1 लाख। പുള്ളിക്ക് 30,000 ഇന്ത്യൻ മണി. ബംഗ്ലാദേശിൽ 1 ലക്ഷം രൂപയുടെ മേളിൽ ശമ്പളമുള്ള ആളാണ്. ഓക്കെ, പുള്ളി ജോലി ചെയ്യുന്ന ടെമ്പിളിൻ്റെ തൊട്ടടുത്ത്. मैं हमारा भाषा में मुल्क का भाषा में बात करता है, मलयालम। मलयालम मालूम है? मालूम है, ओके ओके। एक बार सिक्योरिटी को पूछ सकता है तो अच्छा है. ആ, ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ വടി അവിടെ വെച്ചു. എന്നിട്ട് പുള്ളി ചോദിക്കാമെന്നും പറഞ്ഞതേ പോയി. അത്ര ഉള്ളു കാര്യം. ആളുകളായിട്ട് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. എവിടെയും സ്നേഹം തന്നെയാണ് വിജയിച്ചിട്ടുള്ളൂ, ശത്രുത എവിടെയും വിജയിച്ചിട്ടില്ല. ഗൈസ്, ഇവിടെ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ചോദിച്ചു. അവർ പറഞ്ഞു ഇത് പക്കാ ടൂറിസ്റ്റ് സ്പോട്ടാണ്. നിങ്ങൾ ഉള്ള പോവുകയാണെങ്കിൽ നിങ്ങൾ ഷൂ കഴട്ടണം, പിന്നെ 3/4 ഇടരുത്, അതിൻ്റെ ഫ്രണ്ടിൽ മുണ്ടുണ്ട്, അതെടുക്കണം. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക വേണ്ട. ഇവിടെ ആരും റിലീജിയൻ നോക്കൂല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യണം. പക്ഷേ എല്ലാ മതത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. ഇതിപ്പം വെളിയിലൊരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്യുകയാണ്. അവിടെ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എന്തുവേണം ചെയ്യാം. ഇപ്പം എന്താണെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. ഞാനൊന്ന് കയറി കണ്ടിട്ട് വരാം. ഞാൻ ഇവിടം വരെ വന്നാൽ ഒരു ശ്രീലങ്കൻ അണ്ണനാണ് നമ്മളിപ്പോൾ സഹായിച്ചത്. പുള്ളി പക്കയായിട്ട്, പുള്ളിക്ക് തമിഴ് പറയും. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 10-20% ആളുകൾക്ക്, 20% മലേഷ്യയിലുള്ള ആളുകൾക്ക് തമിഴ് അറിയാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവർക്കിടെ പൂർവികരെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ. ഇത് നമ്മുടെ ബൃന്ദാവൻ ടെമ്പിള്. ഈ വൃന്ദാവനിൽ കയറുമ്പോൾ ഹനുമാൻ ടെമ്പിളിലോട്ട് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഈവൻ പെണ്ണുങ്ങളാണെങ്കിലും നിക്കറിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ മുണ്ടെടുക്കണം കേട്ടോ. ചൈനക്കാരിക്ക് കസവിൻ്റെ മുണ്ടെടുത്ത് സെറ്റാണല്ലോ. ചേട്ടനെ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു തമിഴ് ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ടാക്സി വിളിക്കുന്നത്? ഞാൻ ടാക്സി വിളിച്ചപ്പോൾ 18 റിങ്കറ്റാണ് എനിക്ക് ഇവിടെ നിന്ന് ബെറ്റു ടെമ്പിളിലോട്ട് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട, നമുക്ക് 3 റിങ്കറ്റിന് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ കാശുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഇങ്ങ വന്ന് കാർഡ് വേണം இல்லையா? காசு இருந்தா கூட நம்ம டிக்கெட் எடுக்க முடியாது. கார்டு தான் வேணும். அது நம்ம தெரிஞ்சவங்க, நம்ம தமிழ்காரங்க யாராவது இருந்தா கேட்டா ஹெல்ப் பண்ணுவாங்க. அது நம்ம மொழி தெரியாதவங்கள்ட்ட போய் கேட்டு பேச முடியாது எதுவும். அதனால தமிழ் நம்ம கொஞ்சம் இங்க தமிழ், மலேசியா தமிழ் இருக்காங்க, நம்ம இந்தியா தமிழும் இருக்கு. அது நம்ம தெரிஞ்சவங்கள்ட்ட பார்த்து பேசி இந்த மாதிரி எனக்கு நான் இந்த மாதிரி முருகன் கோயில் வரைக்கும் போகணும், 10K வரைக்கும் எனக்கு ஒரு டிக்கெட் எனக்கு சேர்த்து எடுத்து கொடுக்கணும். அவங்க எடுத்து கொடுத்துருவாங்க. அவங்கக்கிட்ட நம்ம காசு பே பண்ணிட்டா போதும். இப்போ 2.5 வெள்ளி இங்கேருந்து போகிறதுக்கு நமக்கு 2 வெள்ளி 50 சென்ட். இப்போ வந்து நம்ம மெட்ரோ ஆனா ஏற போகிறேன்? மெட்ரோ இல்லை, நம்ம நார்மல் ட்ரெயின் தான். நார்மல் ட்ரெயின் தான். இதுதான் நம்ம ரயில்வே ஸ்டேஷன் போயிட்டு இருக்கு. இதான் பெரிய பெரிய பஸ்ஸும் வருதா? ஏர்போர்ட்லேருந்து வந்தோம்னா இங்கே தான் இறக்கி விடுவாங்க. நம்ம கோலாலம்பூர் ஏர்போர்ட், KL സെൻട്രലിലേക്ക്. ഓക്കെ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പം നമ്മൾ ഇവിടെയാണ് ഇറക്കണേ, KL സെൻട്രൽ. அப்போ நம்ம ஏர்போர்ட்ல இருந்து பஸ்ஸுக்கு வந்தது தான் ஈஸி. நாங்க 85 வெள்ளி காசு கொடுத்து தான் இங்க வந்திருக்கு. பஸ்ல இருந்து வந்தாக்க 15 ரிங்கெட் 20 ரிங்கெட் 1%. அவ்வளவுதான். அது நம்ம ட்ரெயின்ல வர முடியாது. அங்க ட்ரெயின்ல வர முடியாது. ட்ரெயின்ல வர முடியாது. இங்க எல்லாமே ஏர்போர்ட்ல இருந்து வந்தவங்க திரும்ப ரிட்டர்ன் ஏர்போர்ட் போறவங்க. திரும்ப ஏர்போர்ட் போகுது. ஓகே. കറക്റ്റാ ടെർമിനലിലേക്ക് കൊണ്ട് നിപ്പാട്ടിടും. ആമാ. അത് നല്ലൊരു ഇൻഫർമേഷൻ ആട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം 85 കൊടുത്തത്. இது 20-40 காசாണ് நமக்கு வருவோம். அப்ப இது நாங்க இப்படியே பண்ணிடுறேன். எல்லாமே தமிழ் பேசுவாங்க டிரைவர், நம்ம கேட்டாலே சொல்லுவாங்க. நம்ம இங்கிலீஷ் தெரிஞ்சவங்க, மலாய் தெரிஞ்சவங்க அவங்க மொழியில கேட்கலாம்.
கேட்கலாம். தெரியாதவங்க நம்ம தமிழ்ல கேட்கலாம். ஆனால் இங்கே பார்த்துடுச்சுன்னா மலேசியாவில் வந்து சைனா ஆளுங்கள் அதிகமாக, இல்லை இந்தியன் ஆளுங்க அதிகமாக, சிங்கப்பூர் ஆளுங்க அதிகமாக? இங்கே நான் பார்த்த வரைக்கும் நம்ம தமிழ்காரங்க தான் இங்கே அதிகமாக. தமிழ்காரங்க தான். என்னன்னா நம்ம பூர்வீகர்கள்லாம் தமிழ்நாட்டில் இருந்து தானே இங்கே வருது. இந்த ஈரோடு இல்லை திருப்பூர் அங்கே நிறைய, திருச்சி, மதுரை, தஞ்சாவூர் அந்த டிஸ்ட்ரிக்ட்லேருந்துலாம் வந்திருக்காங்க. என்னன்னா மலேசியா தமிழ்னே சொல்லிட்டு இங்கே நிறைய பேர் தமிழ் இருக்காங்க. அந்த தமிழுக்கும் இந்த தமிழுக்கும் எந்த டிஃப்ரென்ஸு? கொஞ்சம் தான் டிஃப்ரென்ஸ், ரொம்ப வித்தியாசம் இல்லை, கொஞ்சம் வித்தியாசம் தான். ஓகே. நம்ம முன்னாடி பின்னாடி அப்படின்னு சொன்னா அவங்க முன்னுக்கு பின்னுக்கு. முன்னுக்கு பின்னுக்கு. புரிஞ்சுன்னு கேட்டா விளங்குதா? நம்ம வந்து நம்ம தமிழ்ல புரிஞ்சுதான்னு கேட்போம், அவங்க வந்து விளங்குதா அப்படின்னு சொல்லி ஒரு சின்ன சின்ன வித்தியாசம் தான். அப்புறம்னா சிங்களும் கிட்டத்தட்ட இப்படி தானே. அவங்க நம்ம ஊர்ல வந்து தட்டு, நம்ம ஊர்ல தட்டுன்னு சொல்லுவோம், பிளேட்டு, கிளாஸ், டம்ளர்னு சொன்னா இங்க வந்து அதுக்கு வந்து மங்குன்னு சொன்னாக்க இங்க பிளேட்டுன்னு அர்த்தம். நம்ம ஊர்ல அந்த ரப்பர் நம்ம போட்டு காட்டுறோம் இல்லையா, அந்த ரப்பருக்கு வந்து நம்ம ரப்பர்னு சொல்லுவோம். ரப்பர் இங்க வந்து கித்தாரா? தமிழ் தானா மலேசியன்? கித்தார்னா மற்ற பாட்டு பாடும் போயிட்டா இது தானே கித்தார். கித்தா. அது மாதிரி ஒரு பெரிய வித்தியாசம் இல்லை மலேசிய தமிழுக்கு நம்ம இந்தியா தமிழுக்கும். சேம், சின்ன சின்ன வார்த்தைகள் வேற மாதிரி தெரியும், அவ்வளோ. இதுதான் நம்ம ட்ரெயின் டிக்கெட் எடுக்க கவுண்டிங். இதுதான் மால். இங்கே தான் நம்ம எங்கே வேணாலும் போகணும். நமக்கு பத்துக்கே போகிறதுக்கு கேடிஎம் ட்ரெயினர்ன்ற டிக்கெட் எடுத்துக்கணும். கேடிஎம் ட்ரெயின் டிக்கெட் எடுத்துக்கணும். ஓகே. இப்போ நம்ம யார்ட்டாச்சும் ஹெல்ப் கேட்கணும், அந்த மாதிரி எனக்கு ஒரு டிக்கெட் வேணும், உங்கள் கார்டு மூலியமாக எடுத்து கொடுங்கன்னு சொல்லிட்டு. ஓகே. நம்ம கேட்டு பார்ப்போம் என்ன சொல்லுங்கள், கிடைக்கலாம். ഗൈസ്, ഇപ്പം നമ്മൾ ബത്തുക്കേവ് എന്നുള്ള സ്ഥലം നോക്കുകയാണ്. ഇതിലില്ലെന്ന് എനിക്കിത് പിന്നാടി പോയി பார்க்கலாம் நம்ம. ഒരു പാവം മനുഷ്യനിട്ടാ, നമ്മൾ പെട്ട് പാട് പറഞ്ഞ കണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. പാവം പുള്ളി ഇവിടെ റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യണം. லோக்கல் அதிகமாக ஃபோன் பண்ண நம்ம ஊரோட இந்தியாவில் தான் பேச போகிறோம். நம்ம வைஃபை இருந்தால் போதும்ண்ணா. ആയിട്ട് പറഞ്ഞുതരാം. അതായത് പുള്ളി ഫോൺ റീചാർജ് ചെയ്യാൻ വന്നു. അപ്പോൾ ഫോൺ റീചാർജ് ചെയ്യണതിന് 45 റിങ്കറ്റ്. അതേസമയം പുതിയ സിം എടുക്കുവാണെങ്കിൽ 25 റിങ്കറ്റുമാണ്. അൺലിമിറ്റഡ് വൈഫൈ ഉണ്ട്. പുള്ളി അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മലേഷ്യയിൽ കൂട്ടുകാരൊന്നുമില്ല, മലേഷ്യയിൽ എനിക്ക് ലോക്കൽ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളി 2 പുതിയ സിം എടുത്തു. മനസ്സിലായോ? പുള്ളി പഴയ സിം അപ്പോൾ കളഞ്ഞു. അതായത് ഒരേ മാസം പുതിയ സിം എടുക്കണം. അപ്പോൾ ഈ സിം എടുക്കാനിവിടെ വേറെ ഒന്നും വേണ്ടേ? അപ്പോൾ ഇപ്പം നമ്മൾ സിം എടുത്തില്ല. അപ്പോൾ സിം എടുക്കുമ്പോൾ ഇங்கே வந்து எந்த ப்ரூஃபும் கொடுக்க வேணாமா? பாஸ்போர்ட் நெட் சிம்னா ப்ரூஃப் தேவையில்லை, அவங்களே ரீசார்ஜ் பண்ணி வச்சுருப்பாங்க, ஆக்டிவேட் பண்ணி வச்சுருப்பாங்க. நம்ம ப்ரூஃப் கொடுக்கணும், நம்ம பாஸ்போர்ட் கொடுத்து தான் வாங்கணும். பாஸ்போர்ட் கொடுக்கணும். நான் ஆல்ரெடி பாஸ்போர்ட் கொடுத்து தான் வாங்கியிருக்கேன் சிம். ஓகே. இது நெட் சிம்ன்றதால அப்படியே வாங்கிக்கலாம் நம்ம. അപ്പോൾ ഇതും കൊടുക്കണം. ഓക്കെ. ഒരു പ്രൂഫ് പോലും കൊടുക്കണ്ട, നമുക്ക് നെറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് സിം കിട്ടും. ഗൈസ്, ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്ത. ഇത്ര നേരം എന്നോട് സംസാരിച്ചിരുന്ന ആ തമിഴ് അണ്ണൻ, പുള്ളി ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒപ്പം ഈ എന്താ പറയുക, നമ്മുടെ ഒരു ടെമ്പിൾ കൂടെ ഒന്ന് കാണാൻ വരും, ബത്തുക്കേവ് ടെമ്പിൾ. അതായത് നമ്മുടെ ബില്ലാപടത്തിൽ അജിത്തിക്ക് ഡാൻസ് കളിക്കൂലേ, ആ വലിയ മുരുകൻ്റെ ടെമ്പിള് ഗോൾഡൻ കളറിൽ. അപ്പം അതൊന്ന് കാണാൻ എൻ്റെ ഒപ്പം വരുമെന്ന് ഓർത്തു. കാര്യം എല്ലാവരും വിചാരിക്കും യൂട്യൂബ് ചാനൽ എളുപ്പമാണ്, ചുമ്മാ വീഡിയോ എടുത്താൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇപ്പം ഞാൻ പാടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പാടാണെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രോ ഈ പണിക്ക് നിൽക്കണേന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഞാനിവിടെ വന്നു, അഫ്സലിന് പനിയായി കഴിഞ്ഞപ്പം, പനി എന്ന് പറഞ്ഞാൽ അവന് ബോഡി ഫുള്ള് ടയേർഡ്. ഞാൻ പിന്നെ ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യണോണ്ടാന്ന് തോന്നുന്നു, എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവന് നാട്ടിലോട്ട് വിളിക്കുകയും വേണം, കാര്യം പുള്ളിക്ക് നാട്ടിൽ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അഫ്സലൊരു കാര്യം ചെയ്യുക, എനിക്കാണെങ്കിൽ ആളുകളോട് ചോദിച്ചു പോകണ നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണത്. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്ത് കാർ വന്നു. ആദ്യത്തെ കാറ് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പോൾ അത് പോയി. പിന്നെയും കാറ് ബുക്ക് ചെയ്തു, പിന്നെ വന്നു. പിന്നെ ഇവിടെ വന്ന് ഒരു തമിഴ് സെക്യൂരിറ്റി അണ്ണം ഹെൽപ്പ് ചെയ്ത് വൈഫൈ വന്ന് കാർ ബുക്ക് ചെയ്തു. ആ കാറ് പുള്ളി തന്നെ ക്യാൻസൽ ചെയ്തു. പക്ഷേ നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്നിങ്ങനെ പരിചയപ്പോൾ ഈ തമിഴ് അണ്ണനെ പരിചയപ്പെട്ടു. പുള്ളിയുടെ ഞാൻ ചെമ്പിളിൽ വന്നപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ കുളിച്ചിട്ടില്ല. ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി വന്നു. അവിടെ ട്രെയിൻ കയറ്റി വിടാൻ വന്നപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ട്രെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ട്രെയിൻ വേണ്ട, നമുക്ക് ടാക്സിക്ക് പോവാം. നമ്മൾ ട്രെയിനിന് പോവുകയാണെങ്കിൽ 3 റിഗട്ടും ടാക്സിക്ക് പോവുകയാണെങ്കിൽ 18 റിഗട്ടുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ടാക്സിക്ക് പോകാം, 1 മണിക്കൂർ കളയാനുള്ളതില്ല, കാര്യം എനിക്ക് 3 മണിയാകുമ്പോൾ തന്നെ ഹോട്ടലിൽ തിരിച്ചെത്തും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ടാക്സിക്ക് പോകാം. അപ്പോൾ പുള്ളിക്ക് എൻ്റെ ഒപ്പം വന്നോന്നുണ്ട് വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വരുമോ, കാര്യം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, ഞാൻ മലേഷ്യയിൽ ഇന്ന് എൻ്റെ 2ാമത്തെ ദിവസമാണ്.
അങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പിന്നെ ലാസ്റ്റ് പുള്ളി വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ വാതിൽ അടഞ്ഞു എന്ന് ഓർത്ത ട്രിപ്പാണ്. കാര്യം ഈ ട്രിപ്പിൽ നമുക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഒരു രാജ്യം കാണണം, പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പം വീഡിയോ എടുക്കാൻ പറ്റൂലേ, ചില ട്രിപ്പുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ஏறும் போது ரொம்ப கஷ்டமா இருக்கும், இறங்கும் போது அவ்வளவு இறங்குறது நமக்கு தெரியாது. எப்பயுமே அங்கதான் ஏறுறதுதான் கஷ்டம். ஆமா, ஏறுறது கஷ்டம், இறங்குறது நம்ம இறங்குறோமா அப்படின்ற மாதிரி தெரியாது, அவ்வளோ ஒரு ஈஸியா இருக்கும். ஓகே. ஆனால்